സിനിമയിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ്, എന്ത് ദൂഷ്യമാണ്, എന്ത് ഉപദ്രവമാണ്, ആർക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതല്ലേ പ്രശ്നം. ഒരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യ ഭാഗം കണ്ടതാണ്. ഒരു അവമാനവും ഇല്ല. അതല്ല, കേരള സ്റ്റോറി ബിയോണ്ടാണ്, ഗോസ് ബിയോണ്ട് എന്നായിരിക്കുന്നു. സീറ്റ് ചർച്ചകളെല്ലാം വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് അന്തിമമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൻ്റെ അവസാന രൂപം നൽകേണ്ടത്. ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസം വിന അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി NDA വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒന്ന്, വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് നൽകുന്നത്. കഴിഞ്ഞ നാളുകളത്രയും LDFും UDFും ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതകളും അവഗണനയും ജനദ്രോഹ നടപടികളും എണ്ണി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു തിരുത്തൽ വരുത്തിക്കൊണ്ട്, മാറ്റം വരുത്തിക്കൊണ്ട്, കേരള രാഷ്ട്രീയത്തെ ഒരു വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ടാണ് തീർച്ചയായിട്ടും NDA ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം വരിക്കാൻ പോകുന്നത്. വിജയിക്കും ഭരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ അധ്യക്ഷൻ നൽകിയിരിക്കുന്ന പ്രതീക്ഷയും അതോട് തന്നെ ഉറപ്പും. എല്ലാ പ്രവർത്തകരും വളരെ സജീവമായി സക്രിയമായി ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. 3 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒന്ന്, വികസിത കേരളം. കേരളത്തിന് വികസനം ആവശ്യമാണ്. 70 വർഷക്കാലമായി ഈ കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ മുരടിപ്പാണ്. ഒരു രംഗത്തും, കാർഷിക രംഗം, വാണിജ്യ രംഗം, വ്യാപാര രംഗം, വിദ്യാഭ്യാസ രംഗം, എല്ലാ രംഗങ്ങളിലും മുരടിപ്പാണ്. യാതൊരുവിധ കുതിപ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വികസിത കേരളം സ്വപ്നം കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. രണ്ടാമത്, വിശ്വാസ സംരക്ഷണം. ഈ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഇന്ന് വ്രണപ്പെട്ടിരിക്കുകയാണ്, ധ്വംസിക്കപ്പെട്ടിരിക്കുകയാണ്. ശബരിമല പോലെയുള്ള വിഷയം ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ വിശ്വാസം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു മുന്നണിക്ക് മാത്രമേ കേരളത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ. ജനം അത്ര കണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ തയ്യാറാവുകയാണ്. വിശ്വാസ സംരക്ഷണം വളരെ പ്രധാനമാണ്. മൂന്നാമത് സംരക്ഷണമാണ്, ഈ സുരക്ഷിതത്വമാണ്. ഈ കേരളത്തിൽ സുരക്ഷ ഉണ്ടാകുന്നില്ല. ഇന്ന് കുട്ടികളുടെ നേരെ, സ്ത്രീകളുടെ നേരെ ഉള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നു. ഈ കേരളത്തിലെ ജനങ്ങൾ അരക്ഷിതരാണ്. അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ട്, അവർക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. ഈ 3 വിഷയങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കർമ്മപദ്ധതി ഭാരതീയ ജനതാ പാർട്ടി NDA മാനിഫെസ്റ്റോയിലൂടെ ഇന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്. ആ മാനിഫെസ്റ്റോ സംബന്ധിക്കുന്ന ക്രമീകരണ പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം അത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗങ്ങൾ, ഏതാണ്ട് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഭാഗം ജനങ്ങൾ അവരാണ്. അവരുടെ പ്രതീക്ഷകളുണ്ട്. അവരുടെ എല്ലാവിധ അവകാശങ്ങളും താല്പര്യങ്ങളും ധ്വംസിക്കപ്പെട്ടിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗം ഇന്ന് വാസ്തവത്തിൽ കേരളത്തിൽ ഏതാണ്ട് കഴിഞ്ഞ 70 വർഷത്തിനകം ഒന്നും നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സാമൂഹിക, സാംസ്കാരിക, കാർഷിക മണ്ഡലങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെല്ലാം അവഗണന നേരിടുന്നൊരു സമൂഹമാണ്. സാമ്പത്തികമായ തകർച്ചയിലാണ്. ഇന്നും അവർക്ക് വീടില്ല, അവർക്ക് ഭൂമിയില്ല. 3.5 ലക്ഷത്തോളം ആളുകൾക്ക് ഭൂമിയില്ലാത്തവരാണ്, ഭൂരഹിതരാണ്. ഭൂപരിഷ്കരണ നിയമം തന്നെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഒരു 2ാം ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ പട്ടികജാതി, പിന്നോക്ക ജനവിഭാഗങ്ങളെല്ലാവരും. അതുകൊണ്ട് ആ വിഭാഗം ജനങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും പണ്ഡിറ്റ് KP കറുപ്പൻ്റെയും അയ്യങ്കാളിയുടെയും ശുഭാനന്ദ ഗുരുദേവൻ്റെയും കുമാരഗുരുദേവൻ്റെയും ബസവേശ്വരൻ്റെയും ഒക്കെ നാമധേയത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതിക്ക് NDA രൂപം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിക്കുന്ന അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, പാർട്ടിയെ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരണ ഉണ്ടാകുമല്ലോ. യാതൊരുവിധ തടസ്സങ്ങളുമില്ല. NDAയിലെ ഘടകകക്ഷികളെല്ലാവരും ഒരേ മനസ്സോടുകൂടി, ഐക്യത്തോടുകൂടി തന്നെയാണ് സീറ്റ് ചർച്ചകളിൽ, സീറ്റ് വിഭജനത്തിൽ എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലത് പാർട്ടിയെ തീരുമാനിക്കണം. ഞാൻ 4 പ്രാവശ്യം മത്സരിച്ചതാണ്. എനിക്ക് മത്സരിക്കണമെന്ന് ഞാൻ ഇന്നേ വരെ പാർട്ടിയോട് പറഞ്ഞിട്ടില്ല. അതെ, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഒരു തീരുമാനം പറയട്ടെ. അല്ല, പാർട്ടി തീരുമാനം പറയട്ടെ, അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മതി.
അല്ല പാർട്ടി പറയട്ടെ എന്ന് പറയാം. അപ്പം നമ്മൾ തമ്മിൽ കാണാമല്ലോ. ഞാൻ നാട് വിട്ട് പോകത്തില്ലല്ലോ. അല്ല എല്ലാവരും ഞാൻ പറയാം 140 മണ്ഡലങ്ങൾ ഇവിടെ ഉള്ളൂ. എത്രയോ നേതാക്കന്മാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുത്ത ഘടനയാണ്. പാർട്ടി പറയട്ടെ. അല്ല പാർട്ടി പറയട്ടെ. പറയുമ്പോഴല്ലേ നമുക്ക് ആ ആ ആ അല്ലാതെ കണ്ടോളും. ഇല്ലില്ല, ജനങ്ങൾ കണ്ടോളും. ഒരു സിനിമ കാണാൻ എത്ര പേർ കാണുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് എപ്പോഴാണ്? അത് പ്രചാരത്തിലെത്തുമ്പോഴല്ലേ, തിയേറ്ററിൽ എത്തുമ്പോഴല്ലേ. കേരള സ്റ്റോറി ഇതിനു മുമ്പും വന്നതാണല്ലോ. ഇത് 2ാം ഭാഗമല്ലേ. ആ കേരള സ്റ്റോറി 1ാം ഭാഗം ഞാൻ കണ്ടതാണ്. അല്ല അത് സംബന്ധിച്ച ഒത്തിരി വിവാദങ്ങളുണ്ടായി, കോടതി സ്റ്റേ ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതൊക്കെ മാറിക്കോളും. നമുക്ക് ആ എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളതല്ലോ, ആ സിനിമയിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ്, എന്ത് ദൂഷ്യമാണ്, എന്ത് ഉപദ്രവമാണ്, ആർക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതല്ലേ പ്രശ്നം. ഒരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യ ഭാഗം കണ്ടതാണ്. ഒരു അവമാനവും ഇല്ല. അതല്ല, കേരള സ്റ്റോറി ബിയോണ്ടാണ്, ഗോസ് ബിയോണ്ട് എന്നായിരിക്കുന്നു. എന്താ മതേതരത്തെ എന്താ ബാധിക്കാനുള്ളത്? ഇത് മതേതരത്തിന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ലവ് ജിഹാദായിരുന്നാലും നിർബന്ധിത മതപരിവർത്തനമാണെങ്കിലും നടക്കുന്നത് ഇവിടെ മതേതരത്തിന് വിരുദ്ധമാണ്, മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ്. അതുണ്ടാകാൻ പാടില്ല. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കണം. ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തോട് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും വെച്ചു കൊടുത്താൻ പാടില്ല. വിവാഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനപരമായ സർവ്വസമ്മതമായിട്ടുള്ള കുടുംബത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കല്ല പോകേണ്ടത്. ഉണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ലല്ലോ. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കുള്ളവർക്കും ഭയാശങ്കകളുണ്ട്. ക്രൈസ്തവരുടെയിലും ഭയാശങ്കകളുണ്ടല്ലോ ഇതേക്കുറിച്ച്. ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു ബിഷപ്പ് തന്നെ വളരെ പരസ്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ലേ, ഇതുണ്ടാകുന്നു, ഞങ്ങൾക്ക് ഭയാശങ്കകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിന് ഇരയായിട്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ രംഗത്ത് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. ജനങ്ങൾ സ്വീകരിച്ചുകൊള്ളും. ഇവിടുത്തെ ഇതിൻ്റെ അകത്തെ ഉള്ളടക്കത്തെക്കുറിച്ചായിരുന്നു ഇത്രയും നാളത്തെ ചർച്ച. ഇപ്പോൾ പറയുന്ന ആളുകൾ കയറുന്നില്ലെന്ന്. കയറുകയോ കയറാതിരിക്കുമോ എന്നുള്ളതല്ലോ. ഉള്ളടക്കം എന്താണ്? ആ സിനിമ ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അത് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും കാണും. പിന്നെ തീർച്ചയായിട്ടും കാണും. ഞാൻ 1ാം ഭാഗം കണ്ടതാണ്. ഈ ഭാഗം അങ്ങനെയൊന്നുമില്ല. എല്ലാ ഈ സർവ്വ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. കാണാനും കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം എനിക്ക് അതിൽ ചൂണ്ടിക്കാണിക്കാനില്ല. കാരണം എത്രയോ ആളുകൾ ഇതിന് ഇരയായിരിക്കുന്ന എത്രയോ ആളുകളുടെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതൊന്നും നിരോധിച്ചിട്ടില്ലല്ലോ. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പുസ്തകമായിട്ട് പുറത്തു വന്നിട്ട് എത്രയോ നാളുകളായി. അതാരും ഇന്നേവരെ നിരോധിച്ചിട്ടില്ല, നിരോധിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്നുള്ളത്? കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നായിരിക്കുന്നത്. കേരളത്തിൽ 1ാം ഭാഗം കേരളത്തിലെ സംഭവങ്ങളായിരുന്നു വിശദീകരിച്ചിരുന്നു. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. അല്ല ഞാനത് കണ്ടില്ല. കണ്ടിട്ട് ഞാൻ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.